കോർണർ ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്പെയിനിൽ ഇന്ന് മാഡ്രിഡ് ഡെർബി നടക്കാൻ പോവുകയാണ്. ഒന്നാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡും രണ്ടാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡും ഇന്ന് രാത്രി കൃത്യം 1:30 സാന്റിയാഗോ ബെർണാബെവുവിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇരുവരും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വെറും 1 പോയിന്റ് മാത്രമാണ്. കളിയുടെ കണക്കുകൾ നോക്കിയാൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഒരെണ്ണം മാത്രമേ റയൽ മാഡ്രിഡ് വിജയിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ അത്ലറ്റിക്കോ അവിടെ 2 എണ്ണം വിജയിക്കുകയും 2 എണ്ണം സമനിലയാവുകയും ചെയ്തിരുന്നു. ലീഗ് മത്സരങ്ങൾ എടുത്താൽ കഴിഞ്ഞ 3 കളികളിൽ അവർ ഒരു കളി പോലും അത്ലറ്റിക്കോയ്ക്കെതിരെ വിജയിച്ചിട്ടില്ല. എന്നാൽ അത്ലറ്റിക്കോ അവിടെ ഒരു കളി വിജയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗ്രൗണ്ടിൽ 1-1 എന്ന സമനിലയിൽ ഇരുവരും പിരിഞ്ഞിരുന്നു. അതിൽ നിന്ന് തന്നെ ഇന്നത്തെ മത്സരം എന്തുമാത്രം വാശിയേറിയതായിരിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. റയൽ മാഡ്രിഡ് വന്നാൽ അവരുടെ ഡിഫൻസ് വളരെ ശോകമാണ് ഈ സീസണിൽ. കാരണം അവിടെ കീ പ്ലേയേഴ്സ് മൊത്തം പരിക്കിൻ്റെ പിടിയിലാണ്. അവരുടെ മുന്നേറ്റ നിരയും മിഡ്ഫീൽഡുമാണ് അവരുടെ ബലം. എംബാപ്പയും റോഡിഗ്രോയും അതുപോലെ തന്നെ വിനീഷ്യസും അടങ്ങുന്ന മുന്നേറ്റ നിരയും അവർക്ക് കരുത്തായി വൽവേർഡെയും ബെല്ലിംഗാമും അടങ്ങുന്ന മിഡ്ഫീൽഡും കൂടെ ആവുമ്പോൾ അവരുടെ ഊർജം ഇരട്ടിയാകുന്നു. എന്നാൽ ഇങ്ങ് അത്ലറ്റിക്കോയിട്ട് വന്നാൽ സിമിയോണി എന്ന തന്ത്രജ്ഞാനിയായ കോച്ചിൻ്റെ മികവിൽ ഈ സീസണിലുടനീളം അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ സീസണിൽ ലീഗിലെ ബെസ്റ്റ് ഡിഫൻസും അവർക്കാണ്. 14 ഗോളുകൾ മാത്രമേ അവർ വഴങ്ങിയിട്ടുള്ളൂ. അതിൽ കഴിഞ്ഞ കളികളിൽ 11 ക്ലീൻ ഷീറ്റുകൾ അവർ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കോപ്പ ഡെൽ റേയിൽ ഗെറ്റാഫെയെ 5-0 അടിച്ചമർത്തിക്കൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് സാന്റിയാഗോ ബെർണാബെവുവിൽ റയൽ മാഡ്രിഡിനെ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കളി നല്ലൊരു വാശിയേറിയ മത്സരമാണെന്ന് യാതൊരു സംശയം നമുക്ക് വേണ്ട. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്നത്തെ കളി എന്താകും സ്കോർ ലൈൻ എന്ന് നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. നമസ്കാരം.